കൂടെ ആയിരിക്കുവാൻ പ്രാർത്ഥനയും വിഷയങ്ങളൊക്കെ കേൾക്കാനിടയായി. എനിക്ക് തോന്നുന്നു ഞാൻ പല പ്രാവശ്യങ്ങളായിട്ട് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കാൻ ദൈവം എനിക്ക് കൃപ നൽകി. കർത്താവിന്റെ ദാസനെ ഞാൻ ഒത്തിരി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും പ്രാർത്ഥനയിൽ എപ്പോഴും ഓർക്കുന്നു. എല്ലാവരെയും ഓർക്കാൻ കഴിഞ്ഞില്ലേലും ഈ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് പോസ്റ്റ് പറയുകയല്ല. പ്രാർത്ഥിക്കുമ്പോൾ ചെന്നൈയിലെ റോയ് പാസ്റ്ററേയും സൂം മീറ്റിങ്ങിനെയും ഓർത്ത് സ്തോത്രം ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ എന്നെയും ക്ഷണിച്ചതോർത്ത് കർത്താവിന്റെ ദാസനോട് പ്രത്യേകം നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിൽ സംബന്ധിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെയും ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട എല്ലാ ദൈവമക്കളെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയും കർത്താവിന്റെ സന്നിധിയിൽ വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. സമയം വേഗത്തിൽ പോകും. ഞാനിപ്പം ജസ്റ്റ് ഒരു 3 സൺഡേയിൽ ചില ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഷാർജയിൽ ഒന്ന് വിസിറ്റ് ചെയ്തതാണ്. അവിടെ ഇരുന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നിങ്ങൾ കേട്ടതുപോലെ കഴിഞ്ഞ മെയ് മാസം 23-ാം തീയതി എൻ്റെ കുഞ്ഞിന്റെ വിവാഹം ഏറ്റവും അനുഗ്രഹമായി കർത്താവ് നടത്തി തന്നു. അവർ കുടുംബമായി സന്തോഷമായിരിക്കുന്നു. ആമേൻ. കർത്താവ് തന്ന കൃപയ്ക്കൊത്തവണ്ണം പലയിടങ്ങളിൽ സഞ്ചരിച്ച് ദൈവവചനം സംസാരിക്കാൻ പഠിക്കുവാൻ ഈ ദിവസങ്ങളിൽ പലരും ഇന്നലെ ഒരു ഫാമിലി, ഹിന്ദു ഫാമിലി കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാനിടയായി. കഴിഞ്ഞ ഞായറാഴ്ച ഒരു കത്തോലിക്ക പെൺകുഞ്ഞ് വളരെ കണ്ണുനീരോടുകൂടെ യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാനിടയായി. ഞാൻ പോകുന്ന മിക്കവാറും രാജ്യങ്ങളിൽ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നത് അവരെ സ്നാനപ്പെടുത്തുവാനും ഒക്കെ കർത്താവ് എനിക്ക് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം, ദേവദാസന്മാരോടൊരു കാര്യം പറയാം. നാം സംഘടനാ സ്പിരിറ്റ് ഇല്ലാതെ, നാം നമ്മുടെ വ്യക്തിപരമായ പേര് ഉയർത്താതെ ദൈവരാജ്യത്തിനു വേണ്ടി നിഷ്കളങ്കതയോടെ നാം യാത്ര ചെയ്താൽ, നാം ദൈവമക്കളെ സഭയിലേക്കല്ല ദൈവത്തിങ്കിലേക്ക് ക്ഷണിച്ചാൽ, ആ ദൈവത്തിനു വേണ്ടി നാം നിഷ്പക്ഷ മനസാക്ഷിയോടുകൂടെ സുവിശേഷം പറഞ്ഞാൽ അനവധി പേർ കർത്താവിന്റെ സ്നേഹത്തെ അറിയുകയും കർത്താവിനെ സ്വീകരിക്കാൻ ഒത്തിരി പേർക്ക് ഇഷ്ടവുമാണ്. നമ്മുടെ ലൈഫുമായിട്ട് അവർ നോക്കുമ്പോഴാണ് അവൻ ഇത് പറ്റത്തില്ലെന്ന് പറയുന്നത്. പണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ അവിടുത്തെ തല്ലും വഴക്കും കണ്ടപ്പോൾ പറഞ്ഞു, ഈ ക്രിസ്തുവിനെ എനിക്ക് വേണ്ട, പക്ഷെ ബൈബിളിലെ ക്രിസ്തുവിനെ എനിക്ക് ഇഷ്ടമാണ്. നിങ്ങളത് എൻ്റെ കൂടെ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും പറയാറുണ്ട്, എല്ലാവരും പറഞ്ഞു പേടിപ്പിക്കുകയും ചെയ്യുന്നു, ഇത് അന്ത്യകാലമാണ്, അന്ത്യകാലമാണ്. എനിക്ക് അന്ത്യമായാലും ആരംഭമായാലും കുഴപ്പമില്ല. ഞാൻ ക്രിസ്തുവിലാണെന്നുള്ള സന്തോഷമാണ് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷിപ്പിക്കുന്നതും എന്നെ നല്ല ജീവിതത്തിലേക്ക് നടത്തുന്നതും. അത് ഞാൻ നടക്കുന്നതല്ല, എന്നെ നടത്തുന്നതാണ്. ആമേൻ. ദൈവം തൻ്റെ ഈ ലോകത്തിലെ ജ്ഞാനം ഒന്നുമില്ലെങ്കിലും ദൈവത്തിന്റെ വചനത്തിന് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതിൻ്റെതായ ഒരു പരിജ്ഞാനമുണ്ട്, വിവേകമുണ്ട്, സത്യമുണ്ട്, ജീവനുണ്ട്. ആമേൻ. അത് നിലനിൽക്കുന്നതും നിത്യവുമാണ്. അത് സ്വർഗത്തോളം ഉയർന്നതാണ്. അത് കർത്താവിനോളം മഹിമയുള്ളതാണ്. അത് കർത്താവിന്റെ തേജസ്സിനാൽ നിറയപ്പെട്ടതാണ്. അത് കർത്താവിന്റെ സൃഷ്ടിത്വത്തിന്റെ ജീവൻ വ്യാപരിക്കുന്നതാണ്. ആമേൻ. ആ വചനത്തിനു വേണ്ടി നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും സ്വാർത്ഥത ഉണ്ടാകരുത്. പ്രൈസ് ഗോഡ്. ഏതൊരു മനുഷ്യനും അതിന്റെ വിൽ പവർ ദൈവം കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ആമേൻ, ലോക മനുഷ്യൻ അവൻ ചിലർ നന്മ ചെയ്യുന്നു, ചിലർ നന്മ ചെയ്യാതിരിക്കുന്നു. പക്ഷെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഒരേ ആത്മാവിനാൽ പണിയപ്പെടുന്നവരാണ്, ഒരേ ആത്മാവിനാൽ പണിയപ്പെടുന്നവരാണ്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഒരുവനാൽ ആമേൻ പുതുജീവൻ പ്രാപിച്ചവനാണ്. ഒരുവനാൽ പുതുജീവൻ പ്രാപിക്കുമ്പോൾ ആ പുതുജീവൻ വ്യത്യസ്തമായ രീതിയിലല്ല വ്യാപരിക്കുന്നത്. യേശു ക്രിസ്തുവിലുള്ള സകല ഭാവനകളും ചിന്തകളും സ്വഭാവങ്ങളും ആറ്റിറ്റ്യൂഡ്
ആമേൻ കർത്താവിന്റെ സകല വൈകാരിക തലങ്ങൾ സകലതും ഒരുമിച്ച് പ്രകടമാകുന്ന ഒന്നാണ് ആമേൻ നാം പ്രാപിച്ച നിത്യജീവൻ അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള പുതിയ ജീവൻ എന്ന് പറയുന്നത്. ആണോ അല്ലയോ? അല്ലയോ മാത്യു ജോൺ പാസ്റ്റേ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. നമ്മളിത് നമ്മളെ സ്വയം അല്ല നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ഈ നിത്യജീവൻ കിട്ടി എന്ന് പറയുമ്പോൾ അവരതിന്റെ എൻഡ് കൊണ്ടുവന്ന് മീനിങ് എന്താന്ന് പറയും, സ്വർഗത്തിൽ പോകുക. എന്റെ പൊന്നു ദൈവമക്കളെ, നീ സ്വർഗത്തിൽ പോകുക എന്നുള്ള ഉദ്ദേശമായിരുന്നെങ്കിൽ നീ ആ സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് പൊന്തിയപ്പോഴേ നിന്നെ അങ്ങ് എടുത്തോണ്ട് പോയനമായിരുന്നു. ഹലോ, പിന്നെ എന്തിനാ അമ്മച്ചി ഈ കഷ്ടതയിലൂടെ നമ്മളെ നടത്തുന്നത്? പിന്നെ എന്തിനാ അമ്മച്ചി നമ്മളെ ഈ ലോകത്തിൽ പിന്നെയും പാർപ്പിച്ചിരിക്കുന്നത്? കണ്ടോ, വരുവാനുള്ള കാലത്തിൽ നിത്യ തേജസ്സിൽ ദൈവത്തിന്റെ മഹിമയ്ക്കും മഹത്വത്തിനുമായി എന്റെ ദാസൻ എനിക്ക് വേണ്ടി സഹിച്ചത് കണ്ടോ, ആ മഹത്വം. അപ്പൊ നമുക്ക് ആ ഒരു രൂപത്തിലുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് പോകാം. എന്നെ ഈ ദിവസങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ അത് ദൈവമക്കളെയൊക്കെ അറിയിക്കാനുള്ള വലിയ ആകാംക്ഷ, സന്തോഷത്തോടു കൂടാണ് ഞാൻ ആയിരിക്കുന്നത്. ആമേൻ. ഒരുപക്ഷെ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു മെസ്സേജ് രീതി ആയിരിക്കത്തില്ല. കാരണം നമുക്ക് എല്ലാവർക്കും, ഞാനിപ്പോ എല്ലാ സ്റ്റേജുകളിലും ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഒരു PhD കാരന്റെ പ്രസംഗം കേട്ടപ്പോഴും ഇപ്പോഴും അവര് ആ മരുഭൂമിയിൽ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുക. ഇതുവരെയും ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിട്ടില്ല. പല ദൈവമക്കൾക്കും ദൈവരാജ്യത്തിന്റെ മഹിമ എന്താണെന്നും തേജസ് എന്താണെന്നും അധികാരം എന്താണെന്നും അതിൻ്റെ അകത്തെ വാഴ്ച എന്താണെന്നും അതിൽ ഞാൻ കേറിയില്ല ഇപ്പോഴും തങ്കത്തരും ആ പ്രതീക്ഷ, അല്ലാതെ ദൈവരാജ്യമല്ല. ഹലോ, സ്തോത്രം. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി അതിനെങ്ങനെ സങ്കീർത്തനല്ലേ വായിക്കും, അപ്പോസ്തലപ്രവൃത്തി വായിച്ചു നോക്ക്, എന്തുവാ അവര് പ്രസംഗിച്ചത്. നിങ്ങൾ ചിന്തിച്ചേ, അപ്പോസ്തലന്മാരൊക്കെ പ്രസംഗിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ ആരംഭം ആ 3000-ഓളം പേര് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു വരുന്ന കാലത്ത് ഈ ലേഖനങ്ങളോ ഈ വെളിപ്പാട് പുസ്തകമോ ഈ അപ്പോസ്തല പ്രവൃത്തിയോ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ സുവിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവരുടെ പ്രസംഗത്തിന്റെ, അവരുടെ മേൽ വ്യാപരിച്ച ദൈവശക്തിയുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അവരുടെ പ്രസംഗത്തിൽ പഴയ നിയമമാണ് അവരെന്ത് ചെയ്തത്. അന്ന് അവര് കേട്ടതും അറിഞ്ഞതൊക്കെ പഴയ നിയമമാണ്. പക്ഷേ പഴയ നിയമത്തിലെ യാഗങ്ങളെയോ പഴയ നിയമത്തിലെ രീതികളെ അല്ല അവർ ഫോളോ ചെയ്തത്. പഴയ നിയമത്തിലെ ക്രിസ്തുവിനെ അവർ പുറത്തു കൊണ്ടുവന്നു. ആ ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി അവർ ന്യായപ്രമാണം പഠിച്ചു. അല്ലാതെ ആ ആറ്റിറ്റ്യൂഡിൽ അവർ പോയില്ല, ആ ആരാധനയ്ക്ക് അവർ പോയില്ല. മനസ്സിലായവർക്കായി സ്തോത്രം. അവരുടെ പ്രസംഗത്തിന്റെ കണ്ടന്റ് എന്താണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ പ്രസംഗത്തിന്റെ കണ്ടന്റ് പഴയ നിയമത്തിൽ കണ്ടോ, ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവചന പുസ്തകങ്ങളിലും എഴുതിയിരുന്ന ക്രിസ്തു അഥവാ യഹോവ, ആമേൻ, അഥവാ കർത്താവ് തന്നെ, ക്രിസ്തു അല്ലെങ്കിൽ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. പ്രൈസ് ഗോഡ്. എത്ര ദൈവമക്കൾ സന്തോഷിക്കുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ഇപ്പോഴും പഴയ കല്ലും എടുത്ത് ഗോലിയാത്തിന്റെ പുറകെ പോകാതെ അതിനേക്കാളും വലിയ ആയുധം നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. ആ ആയുധം എന്ന് പറയുന്നത് ദൈവവചനവും പ്രാർത്ഥനയുമാണ്. ആണോ അല്ലയോ? പ്രൈസ് ഗോഡ്. ആമേൻ. അവരിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കപ്പെട്ടപ്പോൾ ഈ ലോകത്തിന്റെ ആയുധങ്ങള്, ഈ ലോകത്തിന്റെ കായിക ബലം, ഈ ലോകത്തിന്റെ ആൾബലം അല്ല അവരെ നടത്തിയത്. ആമേൻ. തികച്ചും പ്രാർത്ഥനയിലും വചനത്തിലും അവർ ഉറ്റിരുന്നു. ആ പ്രാർത്ഥനയിൽ അവർ ഉറ്റിരുന്നപ്പോഴാണ് അവർക്ക് ദർശനങ്ങൾ ഉണ്ടായത്. അത് ഈ ഇന്നത്തെ കാലത്തിലെ ആമേൻ ചില ആഡംബരവാസികൾ ഉയർത്തുന്ന ദർശനമോ പ്രവചനമോ അല്ല. അവരുടെ വാക്കുകൾക്കൊക്കെ സ്വർഗീയമായ രുചിയുണ്ടായിരുന്നു. അവരുടെ വാക്കുകൾക്കും പ്രവചനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും ദൈവത്തിന്റെ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ടാ ഈ പുസ്തകമായി നമുക്ക് ക്രോഡീകരിച്ച് പരിശുദ്ധാത്മാവ് തന്നത്. നിങ്ങൾ ഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ ദിവസം വന്നിരിക്കുന്ന ദൈവത്തിലെ നീ എവിടെ ഇരിക്കുന്നു എന്ന്, നീ എവിടെയാ വന്നിരിക്കുന്നതെന്ന്
ആദ്യം ഒരു ബോധം നിന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്ക്. അത് നിന്റെ ആത്മാവിൽ തീ പോലെ കത്തട്ടെ. ഓ ഹല്ലേലൂയ. ആത്മാവിൽ സംസാരിക്കാൻ അത് തീ പോലെ കത്തുമ്പോഴാ കുഞ്ഞെ, ആമേൻ, മാതാവേ, നിന്റെ അധരങ്ങളുടെ അന്യഭാഷകൾ എന്ത് ചെയ്യുന്നറിയാമോ? ആ ശക്തി അസ്ഥികളിൽ, ഹൃദയത്തിൽ, ആമേൻ, മാംസപേശികളിൽ, ആമേൻ, നമ്മുടെ മൈൻഡിൽ അത് ശക്തിയോടെ വ്യാപരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ നമ്മുടെ നമ്മുടെ അധരങ്ങൾ ആനന്ദിക്കും. ആനന്ദിക്കുന്ന ഏതിൽ? അന്യഭാഷകളിലും ദൈവത്തിന്റെ ആലോചനകളിലും. പ്രൈസ് ഗോഡ്. അവന്റെ തിരുവചനങ്ങൾ നമ്മുടെ അകത്ത് കത്തിത്തുടങ്ങും. അതിനെന്ത് ചെയ്യണം? നാം എവിടെയാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നാം ആരോടാണ് ചേർന്നിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. നാം ആരിലാണ്, ആരുടെ കൈകളിലാണ് നാം വഹിക്കപ്പെട്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയണം. പ്രൈസ് ഗോഡ്. ആ തിരിച്ചറിവിൽ നിങ്ങളൊന്ന് ജീവിച്ചു നോക്കിക്കേ. സ്തോത്രം. ചിലപ്പോൾ ശരീരത്തിൽ രോഗമുണ്ടാകാം, ആമേൻ, സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാകാം, പലവിധ പീഡകളോ, ആമേൻ, പരിശോധനകളോ, ആമേൻ, പരീക്ഷകളോ എന്തും ഉണ്ടാകാം. ഇനി ലോകം അതിന്റെ അന്ത്യത്തോടടുത്തു ആമേൻ, അടുക്കുന്നുണ്ട്. ശരിയാ, അടുക്കുന്നു. യുദ്ധശ്രുതികൾ കേൾക്കുന്നു, ഭൂകമ്പങ്ങൾ, ആമേൻ, മഹാവ്യാധികൾ എല്ലാം കാണുന്നു. പക്ഷെ ക്രിസ്തുവിന്റെ കരങ്ങളിലിരിക്കുന്ന ഒരു ദൈവവേദന് ഇതൊന്നും ഒരു വിഷയമല്ല. അവന്റെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ എവിടെ ഇരിക്കുന്നു, ഞാൻ ഏത് രാജ്യത്തിലായിരിക്കുന്നു, ഞാൻ ആരുടെ വാഗ്ദത്തത്തെ കാത്തിരിക്കുന്നു, ഞാൻ ആർക്കു വേണ്ടി കഷ്ടം സഹിക്കുന്നു, ഞാൻ ആർക്കു വേണ്ടി ഹല്ലേലൂയ പരീക്ഷിക്കപ്പെടുന്നു, ഞാൻ ആരോട് ചേർന്നിരിക്കുന്നു, ഞാൻ ആരാൽ ജീവൻ പ്രാപിച്ചിരിക്കുന്നു, ഞാൻ ആരാലാണ് ആത്മാവിനെ പ്രാപിച്ചത്, ഞാൻ ആരാലാണ് ആമേൻ ഈ രാജ്യത്തിന്, ആമേൻ, രാജ്യത്തിൽ എന്റെ പേരെഴുതപ്പെട്ടത്. ഞാൻ തെരഞ്ഞെടുത്തതല്ല, എന്നെ തെരഞ്ഞെടുത്തവൻ എനിക്ക് വേണ്ടി ഹല്ലേലൂയ ആമേൻ നല്ല സഖിയായി ജീവിക്കുന്നതാണ് എന്റെ ജീവിതത്തിലെ എന്നുമുള്ള സന്തോഷം. ആത്മാവിൽ മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തോണം കേട്ടോ. പ്രൈസ് ഗോഡ്. നിങ്ങൾ തിരുവചനങ്ങളെ അറിയാതെ പോകല്ലേ. നിങ്ങൾ ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ പ്രവചിക്കുന്നില്ലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് രോഗികൾ നിങ്ങൾ എന്തിനാ ദുഃഖിക്കുന്നതെന്നേ? ഇതൊക്കെ ദൈവത്തിന്റെ വകയല്ലേ. നിങ്ങളുടെ പേരിനും പെരുമയ്ക്കും വേണ്ടി നിങ്ങൾ ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക. യേശു ക്രിസ്തു ദൈവമായിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച, യേശു ക്രിസ്തു ദൈവമായിരുന്നിട്ട് പോലും തന്റെ ഹിതം ചെയ്തില്ല, തന്നെ അയച്ചവന്റെ ഹിതമാ ചെയ്തത്. യേശു ക്രിസ്തുവിന് സകല അധികാരമുണ്ടായിട്ടും തന്റെ അധികാരത്തിൽ നിന്നുകൊണ്ടോ തന്റെ ആലോചനകളിൽ നിന്നുകൊണ്ടോ തന്റെ ഹിതമോ താൻ ചെയ്തില്ല. തികച്ചും താൻ സംസാരിച്ചതും പ്രവർത്തിച്ചതെല്ലാം പിതാവ് എന്തിച്ഛിച്ചോ അതവൻ ചെയ്തു. പിതാവ് എന്ത് കൽപ്പിച്ചോ അതവൻ സംസാരിച്ചു. പിതാവ് എന്ത് ചെയ്യാൻ പറഞ്ഞോ അതവൻ ചെയ്യാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നാം നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ പ്രാർത്ഥന കൊണ്ടുപോകാതെ ആദ്യം മുൻപേ അവന്റെ രാജ്യം അന്വേഷിക്കുക എന്ന തത്വത്തോട് തുല്യമായി ഞാൻ മറ്റൊരു കാര്യം പറയാം. മുമ്പേ നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് ആമേൻ ദൈവത്തിന്റെ വിളിയുടെ മഹത്വം എന്തെന്ന് മനസ്സിലാക്കി ആത്മാവിൻ ദിവസങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് ഒരിക്കലും നിങ്ങളെ കൈവിടാതെ സ്വർഗത്തോളം എത്തിക്കും. സ്വർഗത്തിൽ കൊണ്ട് ചെന്നെത്തുന്നല്ല ഞാൻ പറഞ്ഞത്, ഈ ലോക ജീവിക്കുമ്പോൾ തന്നെ ആ സ്വർഗതുല്യമായ അധികാരങ്ങളെയും ശക്തികളെയും നമ്മുടെ ഈ ലളിതമായ ബലഹീനമായ ജീവിതത്തിൽ അത് സംഭവിക്കും. മനസ്സിലായ? കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ആമേൻ. ക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ കർത്താവ്, ഞാന് ഇതിൻ്റെ അകത്തൊരു വാക്യം കണ്ടു. വാഗ്ദത്തമാണ് വിഷയം. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 10-ാം അധ്യായം 36 മുതൽ നമ്മൾ വായിച്ചാൽ വളരെ പഠിക്കേണ്ട കുറെ വിഷയങ്ങൾ, ഒരു 39 വരെയുള്ള വാക്യങ്ങൾ വെച്ചാൽ നമ്മൾ ഏതൊരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഈ വാക്യങ്ങളുടെ ആഴങ്ങളെ നാം മനസ്സിലാക്കിയാൽ ഒരിക്കലും അവൻ തകർന്നു പോകത്തില്ല. നമുക്ക് ദൈവത്തെ ചോദ്യം ചെയ്യാൻ ഒരു അധികാരമില്ല. പക്ഷെ പലപ്പോഴും നമുക്ക് എന്തെന്നറിയാമോ, പല സംഭവങ്ങളെ കാണുമ്പോൾ
ചില ആക്സിഡന്റുകൾ, ചില മരണരീതികൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലര് പെട്ടെന്ന് നമ്മളെ വിട്ടു പോകുമ്പോൾ, അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പല നാളുകളായി മറുപടി കിട്ടാതിരിക്കുമ്പോൾ, ഇവിടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന ചില സന്ദർഭങ്ങൾ വരും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എൻ്റെ റോയി പാസ്റ്റേ, നമ്മൾ എത്ര വിചാരപ്പെട്ടാലും കലങ്ങിയാലും നമ്മളുടെ എന്താ പറയാ, നടക്കേണ്ട ഒരു വിഷയം ദൈവം കരുതിയിട്ടുണ്ട്. കൃപ. പ്രൈസ് ദി ലോർഡ്. നടക്കേണ്ട ഒരു വിഷയം ദൈവം കരുതുകയും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പൊന്നുമോളെ, ആ 30-ാം തീയതി എന്ന് പറയുന്നത് അതിനുവേണ്ടി ഇന്നേ നീ വിചാരപ്പെടുകയല്ല. ആ 30-ാം തീയതി കർത്താവ് നടത്തുമെന്ന് അങ്ങ് വിശ്വസിച്ചാൽ മാത്രം മതി. പക്ഷെ ആ ഇന്നിപ്പോ ഇന്ന് എത്ര റോയി പാസ് 24 ഡേറ്റ്, 30-ാം തീയതി നടക്കേണ്ട ഒരു സംഭവത്തിന് നമ്മൾ 24-ാം തീയതി മുതൽ എന്ത് ചെയ്യുക? വിചാരപ്പെട്ടും കലങ്ങിയും ഉറക്കം നഷ്ടപ്പെടുത്തിയും അവിശ്വാസമൊക്കെ വരുന്ന ചില പരിശോധനകളുടെ കടന്നു പോകാറുണ്ട്. ആമേൻ. ഒന്ന് ഓർത്തു നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഓശാന ഞായറാഴ്ച, ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പേരിൽ തന്നെ പറയാം, ഓശാന ഞായറാഴ്ച കഴിഞ്ഞപ്പോ മുതല് യേശു വിചാരപ്പെടാം. ആമേൻ. കാരണം എന്നാ? വരുന്ന ഇതേ ആഴ്ചയിൽ ആമേൻ താൻ ക്രൂശിക്കപ്പെടാൻ പോവുക. താൻ ലോകത്തിൽ ചെയ്ത ഏത് പ്രവർത്തികളെക്കാളും വന്നതിനേക്കാളും പ്രവർത്തിച്ചതിനേക്കാളും ഒക്കെ ഏറ്റവും അതികഠിനമായ ശോധനകളിലൂടെ, മാത്രമല്ല തന്റെ ശുശ്രൂഷയുടെ ആരംഭകാലം മുതൽ താൻ പറഞ്ഞു വരുന്നൊരു കാര്യമുണ്ട്: മനുഷ്യപുത്രൻ ജാതികളാൽ പിടിക്കപ്പെടും, അവൻ കഷ്ടം അനുഭവിക്കും, അവന് ആമേൻ അവരെ കൊല്ലും, ആമേൻ, എന്നിട്ട് എന്ത് ചെയ്യും? അടക്കപ്പെടും, അവൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ നോക്കിയേ, ആ ക്രൂശിക്കപ്പെടലിനും കഷ്ടപ്പെടലുകൾക്കും പീഡകൾക്കും അപ്പുറമായി എത്രമാത്രം കലങ്ങാം. പക്ഷേ കർത്താവ് ആ നേരവും സന്തോഷത്തോടുകൂടെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. എന്നാ കാര്യം? നമുക്കൊന്ന് നോക്കാം. വാക്യങ്ങളെ വായിക്കുക. എല്ലാം വ്യാഖ്യാനിക്കാൻ നമുക്ക് സമയം കിട്ടത്തില്ല, എങ്കിലും വാക്യങ്ങളെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. നമ്മളോടുള്ള ബന്ധത്തിൽ ആത്മാവ് എന്താ പറയുന്നത്? ആമേൻ. എബ്രായ ലേഖനം 10-ാം അധ്യായം 36 മുതൽ 35 മുതൽ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള എന്ത് ചെയ്യരുത്? മഹാപ്രതിഫലമുള്ള ഈ പ്രതിഫലം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് എന്നാന്നറിയോ റോയി പാസേ? അവിടെ ചെന്നിട്ട് 5 കിരീടം വെക്കുന്നതും യേശു അപ്പച്ചന്റെ വലത്തുഭാഗത്തുനിന്ന് പൗലൂസിനെ മാറ്റി നമ്മളെ ഇരുത്തുന്നതൊക്കെയാ നമ്മൾ എന്ത് കാണുന്നത്? ഹലോ. കാരണം പണ്ടിത് ശിഷ്യന്മാരിൽ 2 പേരുടെ അമ്മച്ചിക്ക് ഈ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ചിന്തയും ആവേശവും ഉണ്ടായിരുന്നു. യേശുവിന്റെ അടുക്കെ വന്ന് പറഞ്ഞു കേട്ടില്ലേ, കർത്താവേ, എന്റെ ഈ 2 മക്കളെ യാക്കോബിനെയും യോഹന്നാനെയും എവിടെ ഇരുത്തണം? ഹലോ. പ്രൈസ് ലോ. നിങ്ങൾ എല്ലാം മ്യൂട്ട് ആക്കിയിരിക്കാന്ന് എനിക്കറിയാം, പക്ഷേ ആമേൻ, അവ ഇടത്തും വലത്തും ഇരുത്തണം. അപ്പൊ അതിനേക്കാളും അപ്പൊ കർത്താവ് പറഞ്ഞു, അവിടെ ഇരിക്കുന്നത് ആരാന്ന് എനിക്കറിയത്തില്ല, ഞാനത് തീരുമാനിക്കാൻ പറ്റില്ല, അത് ദൈവത്തിന്റെ പക്കലാണ് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ പല ദൈവമക്കളെയും പ്രോത്സാഹിപ്പിക്കുകയാണ്. ദൈവമക്കളെ അവിടെ ചെല്ലും. ഞാൻ ചോദിക്കട്ടെ, എന്റെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ പ്രതിഫലം എന്തുവാ? അബ്രഹാമേ, നോക്കിയേ, അബ്രഹാമിനോട് പറഞ്ഞ പ്രതിഫലം കേട്ടോണം കേട്ടോ. ഇനി മഹാപുരോഹിതന്മാരോട് പറഞ്ഞ പ്രതിഫലം കേട്ടോണം. അബ്രഹാമിനോട് പറഞ്ഞത് 4 രാജാക്കന്മാരെ, ആമേൻ, തന്റെ സഹോദരപുത്രന് വേണ്ടി 4 രാജാക്കന്മാരെ തകർത്ത് തിരിച്ചു വരുമ്പോൾ 15-ാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിച്ചു പറയുക, അബ്രഹാമേ, ഞാൻ നിന്റെ എന്നെ മാത്തിച്ചായ പ്രൈസ് ലോ എന്താ പറഞ്ഞേ? ഞാൻ നിന്റെ എന്തുവാ? പ്രതിഫലമാണ്, ഞാൻ നിന്റെ പരിചയമാണ്. അപ്പൊ പ്രതിഫലം എന്തുവാ മാത്തിച്ചായ? കിരീടമാണോ വേണ്ടിയത്, അതോ യേശുവിനെയാണോ വേണ്ടിയത്? സ്തോത്രം പറഞ്ഞില്ല. അപ്പൊ ഇത് അപ്പൊ നമുക്ക് നോക്കിയാൽ അതിൻ്റെ അകത്ത് തന്നെ നമുക്കൊന്നും തിരിഞ്ഞു ചിന്തിച്ചേ നമുക്ക് അപ്പൊ എന്തോ വേണ്ടിയത്? നമുക്ക് 5 കിരീടമാണോ, ജീവന്റെ നദിയാണോ വേണ്ടത്? ഇതൊക്കെ അവിടെ കർത്താവ് അവിടെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്. പക്ഷേ അവിടെ ദൂതന്മാർക്ക് പോലും കാണാൻ കഴിയാത്ത ഒരുവനുണ്ട്. അവിടുന്നാണ് നമ്മുടെ അവകാശം, അവിടുന്നാണ് നമ്മുടെ ലക്ഷ്യം,
അവിടുന്നാണ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി സഹിച്ചത്. ആ കർത്താവിനെ കുറിച്ച് പറഞ്ഞ കേട്ടോ. കർത്താവ്, ഈ കർത്താവായിട്ടും കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ തന്റെ ആറ്റിറ്റ്യൂഡ് എന്താന്ന് നമുക്ക് വായിക്കണ്ടേ? ആമേൻ. എബ്രായലേഖനം 12-ാം അധ്യായം, ആമേൻ, 12-ാം അധ്യായം 2 മുതൽ ഒന്ന് വായിച്ചു നോക്കി. എല്ലാവരും പുസ്തകമൊക്കെ ഒന്ന് തുറന്ന് വായിക്കണം കേട്ടോ. നിങ്ങൾ വായിച്ച് ഇവിടെ കേൾക്കുന്നില്ലെങ്കിലും ഞാൻ വായിക്കാം. ആമേൻ, ആമേൻ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. എന്നിട്ട് പറയാ, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. എന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളണം. ഹലോ, എന്താ തന്റെ സന്തോഷം എന്തായിരുന്നെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. എന്തിനാ ഇതെല്ലാം സഹിച്ചെന്ന്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കി, ഒരിക്കൽ പിതാവിന് നഷ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ ആദം ദൈവത്തിന്റെ മകനാ. ആ മകൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് തന്റെ മക്കൾ അകന്നു പോയപ്പോൾ പിതാവിന് ഏറ്റവും ദുഃഖവും താൻ അനുദപിക്കുകയും ചെയ്തത് നമ്മുടെ സൃഷ്ടിത്വത്തെ ഓർത്താം, നമ്മുടെ നഷ്ടത്തെ ഓർത്താം. ആ നഷ്ടത്തിന് പുത്രൻ കൊടുത്ത മറുപടിയാണ്, ഇതാ പുസ്തക ചുരുൾ എന്നെ എഴുതിയിരിക്കുന്നു, ഒരു ശരീരം നിനക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ക്രിസ്തു എന്ത് ചെയ്തെന്നറിയാമോ? തന്റെ സന്തോഷം എന്താണെന്നറിയാമോ? അവൻ ഇരിക്കുന്നിടത്ത് നാമും ഇരിക്കുന്നതും. പ്രൈസലോ ലോ, അവൻ 5 കിരീടത്തിന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി അവൻ ഇത് സഹിച്ചത്. സ്വത്രം പറഞ്ഞേ. നമ്മളായിരുന്നു കർത്താവിന്റെ സന്തോഷം. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? നമ്മളായിരുന്നു കർത്താവിന്റെ സന്തോഷം. നമ്മളായിരുന്നു കർത്താവിന്റെ വില കൊടുക്കുന്നതിന്റെ പിന്നിലുള്ള അവൻ പ്രതീക്ഷിച്ച ബെനിഫിറ്റ് നമ്മളായിരുന്നു. റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, ഇതാ ദൈവം ഞാനും എനിക്ക് തന്ന മക്കളും. ഇനി ദാസന്മാരെന്ന് വിളിക്കാതെ അവൻ നമ്മളെ പിതാവിന്റെ മുന്നിൽ സ്നേഹിതരെന്ന് വിളിച്ചു, മക്കളെന്ന് വിളിച്ചു. നമ്മളെയാണ് കർത്താവ് കണ്ടതെങ്കിൽ എന്റെ പൊന്നു ദൈവത്തിലെ, നിങ്ങളുടെ കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും നിങ്ങളുടെ സഹനങ്ങളുടെയും നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങളുടെ സന്തോഷം കർത്താവായിരിക്കണം. പ്രൈസ് ഗോഡ്. കർത്താവായിരിക്കണം. ആമേൻ. അത് സ്വർഗത്തിൽ ചെന്ന് കാണുന്നതിനേക്കാൾ ഉപരി ഇവിടെ കർത്താവിനോട് കൂടെ വസിക്കുന്നതിൽ സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം കഷ്ടത എന്ന് പറഞ്ഞ നീർച്ചൂരിലായിരിക്കുമ്പോഴും നിന്നെ ആ കടലിന്റെ നടുവെള്ളത്തിൽ വന്ന് നിന്നെ ആ താഴ്ന്ന അനുഭവത്തിൽ നിന്ന് കരം പിടിച്ചുയർത്തുന്ന കർത്താവിനെ കാണണം. സ്തോത്രം. പിശാച് കണ്ടു വിറയ്ക്കണം. ഇത്ര വലിയ പ്രതിസന്ധിയിൽ ഞാൻ അവനെ ആക്കിയിട്ടും അവൻ കണ്ടോ, പിടിച്ചിരിക്കുന്നവൻ വേറെ ആരുമല്ല. ഹല്ലേലൂയ. അതാ അയ്യോ പറഞ്ഞത്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. അവൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള നഷ്ടങ്ങൾ എനിക്ക് നഷ്ടമല്ല, അതെനിക്ക് ലാഭമാണ്. ഇവിടെയുള്ള ആമേൻ മരണ ദുഃഖങ്ങൾ അതെനിക്ക് ആമേൻ പ്രത്യാശയുടെ വർധനവാണ് തരുന്നത്. ആമേൻ. ഇവിടെ അവൻ ഇങ്ങനെ തന്റെ ശരീരത്തിലെ വ്രണങ്ങളിൽ നിന്ന് ഓട്ട് കഷ്ണം കൊണ്ട് ഇങ്ങനെ ആ പാട മാറ്റി വരുമ്പോൾ പുഴുക്കൾ ഇങ്ങനെ എടുക്കുമ്പോൾ ആ പുഴുവിനോട് അവൻ പറഞ്ഞത്, നീ ഇങ്ങനെ എന്നെ കൊന്നാലും ഞാൻ ദേഹസഹിതനായി അവനെ കാണും. ഹല്ലേലൂയ. സകലതും നഷ്ടപ്പെട്ട് ആമേൻ ഒരു ശതമാനം പോലും രക്ഷയുടെ ഒരു ശതമാനം പോലും കാണാതിരിക്കുമ്പോഴും അവൻ ദൈവത്തോട് പറഞ്ഞു, കേട്ടോ, ഇന്നലകളിൽ ഞാൻ നിന്നെ കുറിച്ച് അറിഞ്ഞിരുന്നതേ ഉള്ളൂ, എന്നാൽ ഈ ശൂന്യതയുടെ നടുവിൽ എനിക്ക് നിന്നെ കാണുവാൻ ആമേൻ സാധിച്ചു. അല്ലാതെ അവൻ സ്വർഗത്തെരുവല്ല, അവൻ കണ്ടത് സ്വർഗത്തെരുവല്ല, അവൻ കണ്ടത് അവിടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതല്ല. അവൻ കണ്ടത് ഇതിനെല്ലാം കാരണക്കാരനായവൻ, കാരണഭൂതനായവൻ,
രാജാക്കന്മാരുടെ അധിപൻ, ആമേൻ, സൂര്യനേക്കാൾ വെല്ലുന്ന പ്രകാശത്തിൽ വസിക്കുന്നവൻ, ആരും കണ്ടിട്ടില്ലാത്തവനെ കാണാനുള്ള ആമേൻ ആ താല്പര്യം ഹല്ലേലൂയ ദൈവം തന്നെ വെളിപ്പെടുത്തുമ്പോൾ അവൻ പറയുന്നു, എന്റെ കഷ്ടതയുടെ നടുവിൽ എനിക്ക് എന്റെ ബെനിഫിറ്റ് ഇതാണ്, അങ്ങേ കാണാൻ എനിക്ക് കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം വേദനപ്പെടുന്ന പല പരീക്ഷകളുടെയും പരിശോധനകളുടെയും പോകുമ്പോൾ നമുക്ക് ധ്യാനിക്കാൻ, നമുക്ക് മുറുകെ പിടിക്കാൻ ഒരുവനുണ്ട്. അവൻ രാജകൊട്ടാരത്തിൽ പിറന്ന് രാജാവായി വസിച്ച് രാജവസ്ത്രം ധരിച്ച് ഒരു ബുദ്ധിമുട്ടും ഞെരുക്കമില്ലാതെ വളർന്നവനല്ല. ആകാശത്തിൻ കീഴിൽ തല ചായ്ക്കുവാൻ ഒരിടവുമില്ല, ചുമലിൽ തല അവൻ നമുക്ക് വേണ്ടി സകലതും ത്യജിച്ചു, അവൻ നമുക്ക് വേണ്ടി സകലതും സഹിച്ചു, അവൻ നമുക്ക് വേണ്ടി സകലതും അനുഭവിച്ചു, അവൻ നമുക്ക് വേണ്ടി സകല നിന്ദയും വഹിച്ചു, അവൻ നമുക്ക് വേണ്ടി ശാപത്തിന് കീഴായി, അവൻ നമുക്ക് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ശിക്ഷകളെ മനസ്സോടെ അവൻ വഹിച്ചെടുത്തു. അവസാനം മരണം എന്ന് പറയുന്ന ആമേൻ ആ കഠോരമായ വാൾ അവന്റെ കഴുത്തിൽ വീഴുവോളം അവൻ അലയിൽ ഉരിയാട പ്രാണിയെ പോലെ നിന്നതെന്തിനാണെന്നറിയാമോ? നിന്നെ കുറിച്ചുള്ള സന്തോഷമാണ് അവന്റെ ഹൃദയത്തിൽ വ്യാപരിച്ചിരുന്നത്. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ആമേൻ. ആ ദൈവസ്നേഹം ഒന്ന് ഓർത്ത് കർത്താവിന് മഹത്വം കൊടുക്ക്. എങ്ങനെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? പ്രൈസ് ഗോഡ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ കർത്താവ് അപ്പൊ നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത് എഫേസ്യ ലേഖനം, അതുപോലെ കൊലോസ്യ ലേഖനം, എബ്രായ ലേഖനം, ഈ 3 ലേഖനത്തിലും വ്യക്തമായി എഴുതി നമ്മൾ ആരോട് ചേർക്കപ്പെട്ടിരിക്കുന്നു, എവിടെ ഇരുത്തപ്പെട്ടിരിക്കുന്നു, രാജ്യത്തിന്റെ സംവിധാനം എന്താണെന്ന് ആമേൻ എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം, എബ്രായ ലേഖനം പഠിച്ചാൽ കാണാം. എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തി. അപ്പൊ നമ്മൾ സ്വർഗത്തിലാണോ? അല്ല. എന്നാൽ ആ സ്വർഗത്തിൽ ഇരുത്തി എന്ന് പറയുന്ന ആ സ്വർഗ തുല്യമായ ദൈവരാജ്യം ഈ ഭൂമിയിലുണ്ട്. ഹലോ, ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, പിന്നെന്താ? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. അപ്പൊ എന്തിനാ ഈ പരിശുദ്ധാത്മാവിനെ അയച്ചത്? അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കാണുന്ന ഈ നമ്മളെ എന്ത് ചെയ്യുന്നറിയാമോ? പണ്ടത്തെ ഈ എന്താ പറയാ, ആത്മാവിനാലുള്ള വെളിപ്പാട് ഈ ലോകത്തിലെ, എന്നെ പോലെ ഈ ലോകത്തിലെ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ആമേൻ എന്ത് ചെയ്യുന്നറിയാമോ? ചില പാവപ്പെട്ട കർത്തൃദാസന്മാർ കേട്ടത് മാത്രം പ്രസംഗിക്കുന്ന പക്ഷെ ആ കേട്ടത് അവര് കൂടുതൽ അറിവില്ലാതെ പ്രസംഗിച്ചെങ്കിലും ആ പ്രസംഗത്തിന്റെ പോഷത്വത്താൽ അനേകരെ ദൈവം വിടുവിച്ചു. മനസ്സിലായോ? അനേകരെ ദൈവം വിടുവിച്ചു. പക്ഷെ അത് തികഞ്ഞ അറിവാണെന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യരുത്? മാറരുത്. ഇന്ന് അതിനേക്കാളൊക്കെ അപ്പുറമായി വചനം പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. അന്നത്തെക്കാളും ഒരു 50 വർഷത്തിന് മുൻപേ ഉള്ള സാധ്യതയെക്കാളും കൂടുതൽ ഇന്ന് എന്തോ ഉണ്ട്? നമുക്ക് പഠിക്കാനുള്ള ഇതുണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു കാര്യം, അപ്പൊ ആ അപ്പച്ചന്മാര് അവൻ പഠിപ്പിക്കുമ്പോൾ അവര് അന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുകയും ഇറങ്ങി വരികയും അവൻ ഓരോരുത്തരും അന്യഭാഷകൾ പറഞ്ഞു. ചിലരൊക്കെ പ്രവചിച്ചു, ചിലര് ഭൂതങ്ങളെ പുറത്താക്കി, ചിലർ രോഗികളെ സൗഖ്യമാക്കി. ഇതൊക്കെ ചെയ്തു. പക്ഷെ ഒരു തലമുറ കഴിഞ്ഞപ്പോൾ ആ ഭാഗം അങ്ങ് മാറി. പിന്നെ ഇവരെന്ത് ചെയ്യുന്നറിയോ? കേവലം ഒരു അന്യഭാഷയുടെ പുറകിലായിപ്പോയി. അന്യഭാഷയുടെ പുറകിലും യഹൂദന്റെ ആറ്റിറ്റ്യൂഡും കൂടെ വന്നു. മനസ്സിലായോ? ഇത് രണ്ടും കൂടെ അങ്ങ് കയറി. അന്യഭാഷ പ്രാപിച്ചാൽ മതി, അന്യഭാഷ പ്രാപിച്ചാൽ മതി, അന്യഭാഷ. ദൈവമക്കളെ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് ഏറെ നല്ലത്. എന്ന് പറഞ്ഞാൽ അത് ദൈവത്തോട് സംസാരിക്കുന്നതാണ്, അത് ദൈവം മാത്രം അറിയുന്നതാണ്. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ചവർ അത് വ്യക്തിപരമായ ജീവിതത്തിൽ രഹസ്യ പ്രാർത്ഥനകളിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. സ്തോത്രം. പക്ഷെ പരസ്യമായി സമൂഹത്തിന്റെ നടുവിൽ വരുമ്പോൾ അവിടെ വിവേചിച്ച് എന്തോ ചെയ്യണം? സമൂഹത്തെ നോക്കി, വരുന്ന വ്യക്തികളെ നോക്കി നമ്മളുടെ ആത്മാവിനെ നിയന്ത്രിക്കാനുള്ള കൃപയും കൂടെ പ്രാപിക്കണം. അപ്പൊ അതിന്റെ കൂടെ ഞാൻ പറയുന്നു, സ്തോത്രം, തെറ്റായി ചിത്രീകരിക്കരുത്. അതിന്റെ കൂടെ ഞാൻ പറയുന്നു, അപ്പോൾ തന്നെ
ഈ അന്യഭാഷ പറയുന്നവർ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ബോധമില്ല എങ്കിൽ അത് പറയുന്നതുകൊണ്ട് ഒരർത്ഥവും ഇല്ല. ഹലോ, എൻ്റെ ജീവിതത്തിലെ എൻ്റെ പാപ സ്വഭാവങ്ങളെ കുറിച്ച് എനിക്ക് ബോധമില്ലെങ്കിൽ നിങ്ങളിൽ വന്നിരിക്കുന്ന ആത്മാവിനെ നിങ്ങൾ പുനഃപരിശോധിക്കണം. കാരണം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ബോധം തരുന്ന ആത്മാവാ. മനസ്സിലായവർ എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നിങ്ങളിൽ വ്യാപരിച്ചിട്ട് നിങ്ങളുടെ അയൽവക്കാരന് ബോധം വരുത്തുന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ആത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി സത്യത്തിങ്കിലേക്ക് നടത്തുന്നതാണ്. നിങ്ങളെ ദിനം പ്രതി ഒരുക്കുന്നതാണ്. നിങ്ങളെ ദിനം പ്രതി ദൈവത്തിന്റെ സന്നിധിയിൽ നിർത്തേണ്ടതിന് അവൻ നിന്നെ ശക്തീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് തീ പോലെ തീ എന്ന ആ അനുഭവമാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ആ തീയുടെ അനുഭവത്തിൽ വരുമ്പോൾ നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അനുദിനം നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയണം. നിറവെന്ന് പറഞ്ഞ കണ്ടിന്യൂഷനാ, എല്ലാ ദിവസവും നിറയാ. നിറവ് സ്നാനം എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവുള്ള സ്നാനം ഒരു പ്രാവശ്യമേ ഉള്ളൂ. സ്നാനം ഒന്നേ ഉള്ളൂ. വെള്ളത്തിൽ സ്നാനപ്പെടുന്നത് പോലെ പരിശുദ്ധാത്മാവിലെ സ്നാനം ഒന്നേ ഉള്ളൂ. പക്ഷെ നിറവ് നമുക്ക് ദിനം പ്രതി ആവശ്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം ഇതാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വ്യാപരിക്കുമ്പോൾ എൻ്റെ പൊന്നു ദൈവമക്കളെ, നമുക്ക് എന്താ? ഒന്ന്, നമുക്ക് പാപബോധം ഉണ്ടാകുന്നു. 2, നീതിയെക്കുറിച്ച് ബോധം വരുന്നു. 3, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുന്നു. 4, സത്യത്തെക്കുറിച്ച് നമ്മൾ ആഴമായി ഗ്രഹിക്കുന്നു. സത്യമാരാ? ഹലോ, സത്യമാരാ? നമ്മുടെ കർത്താവ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആ മഹത്വത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് തരുമ്പോൾ ഈ ലോകത്തിലെ വിഷയങ്ങൾ ഒന്നും നമ്മളെ എന്ത് ചെയ്യത്തില്ല? നിരുത്സാഹപ്പെടുത്തുകയോ അവിശ്വാസിയാക്കി തീർക്കുകയോ ക്ഷീണിച്ചു പോകുകയോ ചെയ്യത്തില്ല. അതിനെന്ത് ചെയ്യണം? ദിനം പ്രതി നമ്മൾ എന്ത് ചെയ്യണം? അന്യഭാഷകൾ സംസാരിച്ചോ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചോ ദൈവസന്നിധിയിൽ നമ്മൾ ചെലവഴിക്കാൻ തയ്യാറാകണം. ആദിമ നൂറ്റാണ്ടിന്റെ ദൈവരാജ്യ പ്രകടനങ്ങൾ ഏറ്റവും കൂടുതൽ വെളിപ്പെട്ടത് അവരുടെ പ്രാർത്ഥനയുടെ ആഴങ്ങളിലാണ്. ആണോ മാത്യു ജോൺ പാസ്റ്റേ? അല്ലേ? അവരുടെ പ്രാർത്ഥനകൾക്ക് അവർ കൊടുത്ത സമയങ്ങളായിരുന്നു അവരെ ഇനി ഉദാഹരണം പറയാം. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ പോയി വചനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും, നിങ്ങൾ പോയി ശുശ്രൂഷിപ്പീൻ. കേട്ടോ, അങ്ങനെ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നപ്പോഴാണ് കേട്ടോ ഒരു ദർശനം ഉണ്ടായി, ഒരു വിവശതയുണ്ടായി, ഒരു ദർശനം ഉണ്ടായി. ഉണ്ടാകുക മാത്രമാണോ? കൊർന്നെല്യോസിന്റെ അവിടെ കണ്ടോ, ആ കൊർന്നെല്യോസിനെ കുറിച്ച് വായിച്ചേ. അവൻ എന്തായിരുന്നു കേട്ടോ? അവൻ നിഷ്കളങ്കനും ദൈവഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ, ഇടവിടാതെ അവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ആ പ്രാർത്ഥനയിലാണ് കേട്ടോ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവൻ കൊടുത്ത വിലയിലാണ് സ്വർഗീയ ദൂതൻ അവിടെ ഇറങ്ങിയത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ഉപവാസ പ്രാർത്ഥന 40 ദിവസം കഴിഞ്ഞിട്ടും ജീവിതത്തിന്റെ സ്വഭാവങ്ങളിലോ പ്രാപിക്കുന്ന ദർശനങ്ങളിലോ പ്രാപിക്കുന്ന അഭിഷേകങ്ങളിലോ ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ ഇനി 400 പ്രാവശ്യം 40 ഇരുന്നാലും വ്യത്യാസം വരത്തില്ല. കാരണം ദൈവത്തിന്റെ വ്യത്യാസം നമ്മളിൽ ഭരിക്കുന്നത് 40 ദിവസം കൊണ്ടല്ല, ചിലപ്പോൾ 1-ാം ദിവസമേ ആത്മാവിൽ നമ്മളിൽ ക്രിയ ചെയ്യാൻ കഴിയും. സ്തോത്രം. അപ്പൊ ഇന്ന് നമ്മൾ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മളത് പ്രാപിച്ചിട്ട് എന്നിട്ട് ഈ 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഉടനെ നമ്മുടെ കാര്യങ്ങൾക്ക് പോയി പിന്നെ നമ്മൾ ഈ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുന്നില്ല. അതേസമയം പ്രാർത്ഥനയിൽ ഇരുന്ന് നോക്കി അറിയാത്ത വെളിപ്പാടുകൾ നമ്മൾ വരും. മാത്യു പാസ്റ്റേ, സിറിൽ ദേവദാസനെ, അറിയാത്ത സ്വപ്നങ്ങൾ നമുക്ക് വരും. നമ്മൾ ആരുടെയും കോപ്പി അടിക്കേണ്ടി വരത്തില്ല. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലൂടെ നേടുന്നവൻ ആരുടെയും കോപ്പി ആയിരിക്കത്തില്ല. പ്രാർത്ഥനയിലൂടെ നേടുന്നവൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലെ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. സ്തോത്രം. പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുന്ന കാര്യങ്ങൾക്ക് അത് ദൈവത്തോളം ശക്തിയുണ്ട്. അപ്പൊ നമുക്ക് വരാം. ഇപ്പൊ പരിശുദ്ധാത്മാവിൽ എന്ത് ചെയ്യുന്നു? നമ്മളെ ഇതിലല്ലാതെ അതിനേക്കാൾ ഉപരിയായി
നമ്മൾ ആരോട് ചേർത്തിണക്കപ്പെട്ടിരിക്കുന്നു, നമ്മൾ ആരിൽ നിന്നാണ് വസിക്കുന്നത്, ആരിൽ നിന്നാണ് നമ്മൾ വളർച്ച പ്രാപിക്കുന്നത്. കണ്ടോ? സ്തോത്രം. അതിനെന്ത് ചെയ്യണം? നമ്മൾ എഫെസ്യ ലേഖനം കൊലോസ്യ ലേഖനം കൂടെ പഠിക്കണം. എഫെസ്യ ലേഖനം ശരീരത്തിന്റെ തലയായ ക്രിസ്തുവിനെ എന്ത് ചെയ്യുന്നു? ആമേൻ. തലയായ ക്രിസ്തുവിന്റെ ശരീരത്തെ ഉയർത്തുമ്പോൾ, ആമേൻ, കൊലോസ്യ ലേഖനം ശരീരത്തിന്റെ തലയായ ക്രിസ്തുവിനെ ഉയർത്തുന്നു. കണ്ടോ? സ്തോത്രം. അപ്പം നമ്മൾ ഇത് രണ്ടും കൂടെ ചേർത്തിണക്കി നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം അറിയാം. നമ്മൾ ഇന്ന് ബലഹീന ശരീരത്തിൽ, പ്രായത്തിന്റെ ക്ഷീണങ്ങൾ, പല പ്രാർത്ഥനകൾക്കും മറുപടി കിട്ടാതെ അങ്ങനെ കിടക്കുന്നു, വാഗ്ദത്തങ്ങൾ ഇങ്ങനെ നീണ്ടേ പോകുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ചേർത്ത് പണിതിരിക്കുന്നത് മറ്റാരോടുമല്ല, സകല വാഗ്ദത്തങ്ങൾക്കും മാറ്റമില്ലാത്ത ആ ഹല്ലേലൂയ സൈന്യത്തിന്റെ ദൈവമായ യഹോവയോട് ചേർന്നിരിക്കുന്ന ദൈവമക്കൾ ഓർത്തോണം കേട്ടോ. നിനക്ക് ദൈവം എന്തെങ്കിലും വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിൽ നിന്ന് നീ മാറിയാലും, നീ മറന്നാലും, ആയിരങ്ങൾ നിന്നെ നിരുത്സാഹപ്പെടുത്തിയാലും, അവിശ്വാസം എന്ന് പറയുന്ന പൈശാചിക ശക്തി 4 ഭാഗത്തു നിന്നോട് പോരാടിയാലും, ആമേൻ, നീ സേവിക്കുന്ന ദൈവം കേട്ടോ, നിന്റെ ആത്മീയ ജീവിതം ആത്മാവിലും വചനത്തിലുമാണെങ്കിൽ ഒരിക്കലും നിന്നോടുള്ള വാഗ്ദത്തങ്ങളെ മറന്നു പോകുവാൻ ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം അനീതിമാനല്ല. ഹല്ലേലൂയ. കാലാന്തരങ്ങൾക്ക് മുൻപിൽ, ആമേൻ, ഒരു നല്ല പിതാവിനോട് നീതിയോടുകൂടെ ജീവിച്ച, ന്യായത്തോടുകൂടെ ജീവിച്ച, ദൈവത്തെ മാത്രം കണ്ടുകൊണ്ട്, ദൈവത്തെ മാത്രം പ്രതിഫലമാക്കിക്കൊണ്ട്, ദൈവത്തിന് വേണ്ടി മാത്രം നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച അദ്ദേഹത്തോട് പറഞ്ഞ വാഗ്ദത്തത്തിൽ ആ ദൈവം മാറ്റമില്ലാതെ ഇന്നും പ്രവർത്തിക്കുന്നെങ്കിൽ, നാം അനുഭവിക്കുന്ന കൃപകൾ, നാം അനുഭവിക്കുന്ന രക്ഷ, നാം അനുഭവിക്കുന്ന സ്വർഗീയ സകല സൗഭാഗ്യങ്ങളും ആ പിതാവിനോട് അരുളി ചെയ്ത് പുത്രൻ മുഖാന്തരം നമുക്ക് തന്നതാണെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സ്തോത്രം. ആ വാഗ്ദത്തങ്ങളിൽ ഇന്നും നാം സേവിക്കുന്ന ദൈവം മാറ്റമില്ലാത്തവനാണ്. അതിനെന്ത് ചെയ്തു? ആ വാഗ്ദത്തം തന്നത്, നമ്മളിൽ അത് ഉറപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാ. ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത് നിത്യജീവനാണ്. ആമേൻ. നിത്യജീവനാണ്. അതിനെ കൺഫേം ചെയ്യാൻ, ആമേൻ, എബ്രായ ലേഖനത്തിൽ തന്നെ ഒരു വാക്യം നമുക്ക് വായിക്കാം. ഒന്ന് വായിച്ചേ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഹല്ലേലൂയ. 6-ാം അധ്യായം. അതുകൊണ്ട് 6-ാം അധ്യായം 17-ാം വാക്യം മുതൽ, അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരാണയാലും ഉറപ്പ് കൊടുത്തു. അത് 13 മുതൽ നമ്മൾ പഠിക്കണം കേട്ടോ. 13 മുതൽ വായിക്കണം. എന്നാലേ അത് അതിന്റെ ആഴം എന്താന്ന് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. എന്നാന്ന് ചോദിച്ചാൽ, ദൈവത്തിന് ഇതിന്റെ ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ ഇല്ല. പ്രൈസ് ഗോഡ്. ദൈവം ഏകനായതുകൊണ്ട് ദൈവത്തിന് ഒരു മീഡിയേറ്റർ ഇല്ല. അതുകൊണ്ട് ദൈവം നോക്കിയേ, ആരംഭവും അവസാനവും ഇല്ലാത്തവൻ, മരണമില്ലാത്തവൻ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ. പ്രൈസ് ഗോഡ്. ഹലോ. സകലത്തിൻ്റെയും സൃഷ്ടാവും, തനിക്ക് മീതെ ഒരുവനില്ല. സ്തോത്രം. തന്നെ പോലെ മറ്റൊരുവനില്ല. പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി വെളിപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഉള്ളത്. തനിക്ക് തുല്യനായി ഒരുവനേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ആ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാനും പിതാവ് ഒന്നാണ്. സ്തോത്രം. പിതാവ് ജീവൻ കൊടുക്കുന്നത് പോലെ പുത്രനും കൊടുക്കുന്നു. പ്രൈസ് ഗോഡ്. പുത്രന്റെ കയ്യിൽ നമ്മൾ ആയിരിക്കുന്ന പോലെ നാം പിതാവിന്റെയും കയ്യിലാണ്. ഇത് ഗ്രഹിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്യണം. ഈ പകൽക്കാലം ആരും ക്ഷീണിച്ചു പോകരുതേ. പ്രൈസ് ലോ. ഈ വചനങ്ങൾ നമ്മൾ മറന്നു പോകല്ലേ. ലോകം എത്ര വലിയ പോരുകൾ അയച്ചാലും നമ്മുടെ മുഖം, സിജു തോമസ്, ആമേൻ, ദേവദാസനെ, നമ്മുടെ മുഖം ശോഭിച്ചു കൊണ്ടിരിക്കും. കാരണം നമ്മുടെ ഏക വിഷയം ക്രിസ്തുവാണ്. നമ്മുടെ പ്രതിഫലം കർത്താവാ. നമ്മുടെ ബലം കർത്താവാ. നമ്മുടെ തല ഉയർത്തിപ്പിടിക്കുന്നതിന്റെ കാരണം കർത്താവാണ്. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആത്മാവിലൊന്ന് ദൈവത്തെ ആരാധിച്ചേ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ ഓർക്കുക, നിന്റെ ചുറ്റുപാട് നീ നോക്കുമ്പോൾ, ആമീൻ, യാതൊരു സാധ്യതകളും ഇല്ല. പക്ഷെ സകല സാധ്യതയുടെയും ഉറവായിരിക്കുന്ന ഒരുവനല്ലേ നമ്മുടെ കൂടെ ഉള്ളവൻ. സ്തോത്രം. സകല സാധ്യതകൾ, ഒരു സാധ്യതകളും ലോകം നിനക്ക് തരുന്നില്ല. ഒരു പ്രതീക്ഷയും ഇല്ല.
എത്ര കാത്തിരുന്നാലും ലഭിക്കത്തില്ലെന്ന് സകല സയൻസും സകല പ്രവർത്തികളും സകല മാനസിക ബലവും ബുദ്ധിയും പറയട്ടെ. പക്ഷേ മരണത്തെ ജയിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് പകലിൽ അവനെന്റെ തലയായിരിക്കുകയാൽ, അവനെന്റെ അവകാശമായിരിക്കുകയാൽ, അവനെന്റെ പ്രതിഫലമായിരിക്കുകയാൽ ആത്മാവിൽ ആരാധിക്കാൻ എത്ര പേർ തയ്യാറാകും ഇന്ന് പകൽക്കാലം? കർത്താവേ, ആ ബലമാണ് എനിക്ക് വേണ്ടത്, ആ കൂട്ടായ്മയാണ് എനിക്ക് വേണ്ടത്, സന്തോഷമാണ് എന്റെ ബലം. പ്രൈസ് ഗോഡ്. അങ്ങ് എന്റെ തലയായിരിക്കുന്നത്, അങ്ങയുടെ ശരീരം ഞാൻ ആയിരിക്കുന്നതാണ് എന്റെ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഈ ഭൗമ കൂടാരത്തിൽ അവൻ പറഞ്ഞ ദൈവശക്തി ഓർത്ത് ഞങ്ങൾ സന്തോഷിക്കുക. അതൊന്ന് ആ ഭൗമിക ശരീരം, ആ മൺമയമായ കൂടാരം ഒന്ന് എങ്ങനെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതിയെന്നാ പുള്ളി പറഞ്ഞത്. ഹല്ലേലൂയ. അല്ലേ സിറിൽ ദേവദാസനെ? അതല്ലേ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്? എന്നിട്ട് തൻ്റെ ആ സന്തോഷം കൊണ്ടുള്ള ആവേശം പ്രകടമാക്കുന്ന കണ്ടോ? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ വസിക്കുന്നത് എന്തോ തൻ്റെ ഓരോ സെക്കൻഡിലും, കേട്ടോ, തൻ്റെ ഓരോ ഹൃദയത്തിന്റെ ഇടുപ്പിലും ചിലപ്പോ സ്തോത്രം വന്ന് കാണും. മാത്യു പാസ്റ്റേ, സ്തോത്രം വന്ന് കാണും. എന്നാന്നറിയോ? ഹല്ലേലൂയ. തന്നിൽ അത്ര മാത്രം ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് വ്യാപരിക്കുമ്പോൾ, ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർതിരിക്കുവാൻ കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ വാളോ ദൂതന്മാർക്കോ വാഴ്ചയ്ക്കോ താഴ്ചയ്ക്കോ സ്വർലോകത്തിനോ അധോലോകത്തിനോ ഭൂലോകത്തിനോ, അവിടെ എഴുതാത്ത കുറെ ഭാഗങ്ങളുണ്ട്, ഇനി ഞാൻ പറഞ്ഞുതരാം. പ്രൈസ് ദി ലോർഡ്. താഴ്ചയ്ക്കോ ബലഹീനതയ്ക്ക്, രോഗത്തിന്, ദുഃഖത്തിന്, കൂട്ടുകാർക്ക്, നിന്ദിക്കുന്നവർക്ക്, പീഡ തരുന്നവർക്ക്, കല്ലെറിയുന്നവർക്ക് ആർക്കും ഈ സ്നേഹത്തിൽ നിന്നെ വേർതിരിക്കാൻ കഴിയത്തില്ല. കാരണം മറ്റെന്തിനേക്കാളും എന്റെ സന്തോഷം, എന്റെ പ്രതിഫലം, എന്റെ അവകാശം എന്ന് പറയുന്നത് എന്റെ ക്രിസ്തുവിനെ എനിക്ക് അനുഭവിപ്പാൻ തന്നതാണ്. ദൈവത്തെ സന്തോഷത്തോടെ മഹത്വപ്പെടുത്തുകയും സന്തോഷത്തോടെ ആരാധിച്ചേ. ഈ തിരുവചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെട്ടിട്ട് ആ നാഥന് വേണ്ടി കാരാഗ്രഹമായി അല്ലേ റോയ് പാസ്റ്റേ, അന്നത്തെ അവരൊക്കെ എത്ര സന്തോഷത്തോടെ ആ കാരാഗ്രഹത്തിലോട്ടൊക്കെ നടന്നു പോയത്. ഇന്നലകൾ ചില ദിവസങ്ങൾക്ക് മുമ്പേ യേശുവിനെ പിടിച്ചവനായി ഇപ്പോൾ യാക്കോബിനെ പിടിച്ചിരിക്കുന്നത്. ആ യാക്കോബിനെ പിടിച്ച് ചില നാളുകൾ കഴിഞ്ഞപ്പോഴാ പത്രോസിനെ പിടിച്ചത്. രണ്ട് അനുഭവങ്ങൾ കണ്ടോ? യേശുവിനെ പിടിച്ചതും യാക്കോബിനെ പിടിച്ച രണ്ട് അനുഭവങ്ങൾ ഉള്ളപ്പോൾ മൂന്നാമത്തെ അനുഭവമാണ് പത്രോസിനെ പിടിച്ചത്. പക്ഷേ അവൻ സുഖകരമായി ഉറങ്ങിയെന്നാ വായിക്കുന്നത്. കാരണം അവനോട് കർത്താവ് ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എന്താ വാഗ്ദത്തം? നീ പ്രായമാകുമ്പോൾ നിന്നെ കൈപിടിച്ച് നടത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവൂലേ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആഴമേറിയ, നമ്മളെല്ലായ്പ്പോഴും നമുക്ക് മനഃപ്പാഠമായി നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് ഈശാന മൂലൻ. 14 ദിവസം പൗലോസിന്റെ ആ യാത്രയിൽ, 276 പേരോടുകൂടെയുള്ള യാത്രയിൽ 14 ദിവസമാണ് സൂര്യനെയും ചന്ദ്രനെയും കാണാതെ അവർ യാത്ര ചെയ്തത്. യാതൊരു പ്രതീക്ഷകളും അവർക്കില്ല. അവർക്ക് അല്പം അവസാനത്തെ പ്രതീക്ഷ കണ്ടോ? പാറയുടെ ഇടുക്കിൽ ചെന്ന്, ചെളിക്കകത്ത് ചെന്ന് അവർ സഞ്ചരിച്ചിരുന്ന ആ ബോട്ട് ചെന്ന് പൂന്തി. പിന്നെ അവർക്ക് എന്തില്ല, ഇനി അവർക്ക് പായ വിരിച്ചാലും കാറ്റിനനുസരിച്ച് ഓടാൻ പറ്റത്തില്ല. കാരണം കപ്പൽ അവിടെ ഉടഞ്ഞുപോയി. മനസ്സിലായോ? ഇനി അവർക്ക് എന്തേ ഉള്ളൂ? നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിനു മുമ്പൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ആ 27-ാം അധ്യായത്തിൽ ഒന്ന് വായിച്ചു നോക്കണം. 27, 28 ഈ 2 അധ്യായങ്ങൾ നമ്മൾ ചിന്തിച്ച് എന്നോ സന്തോഷകരമായ ഒരു അനുഭവമാണ്. പക്ഷേ പൗലോസിനെ ഈ പ്രതിസന്ധികളുടെ നിർത്തിയത് ഒരൊറ്റ വാഗ്ദത്തമാ: നീ റോമിൽ നിൽക്കേണ്ടവനാകുന്നു. അതാരാ പറഞ്ഞത്? ആരാ അവിടെ എഴുതിയിരിക്കുന്നത്? കേട്ടോ, ഞാൻ സേവിച്ചു വരുന്നവനും എന്റെ ഉടയവനുമായ ദൈവത്തിന്റെ ദൂതൻ. ഞാൻ ആ ഭാഗം ചിന്തിച്ചേട്ടാ, നമ്മളെല്ലാവരും കർത്താവെ കാത്തുകൊള്ളണേ, കർത്താവെ എടാ എന്റെ പൊന്ന് സഹോദരി സഹോദര, നിന്നെ കാക്കാൻ അവൻ ദൂതന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. 2,
നിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷകൾ എത്ര അധികാരത്തോടെ സമൂഹത്തിലേക്ക് ജീവനോടെ വ്യാപരിക്കാൻ സേവകാത്മാക്കളെ നിനക്ക് തന്നിട്ടുണ്ട്. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക, പൗലോസ് അവിടെ പറയുക, ഞാൻ സേവിക്കുന്നവനും എൻ്റെ ഉടയനുമായ ദൈവത്തിന്റെ ദൂതൻ എന്നോട് പറഞ്ഞു, നീ റോമിൽ നിൽക്കേണ്ടവനാകുന്നു. ഇനി അതിന് ആ വാഗ്ദത്തം കേട്ടോ, ആ വാഗ്ദത്തത്തിന് മാറ്റം വരണമെങ്കിൽ തമ്പുരാന് മാറ്റം വരണം. പക്ഷേ നമ്മുടെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. 4 കാര്യങ്ങളിൽ അവൻ മാറ്റമില്ല. 4 കാര്യങ്ങൾ. 1, ന്യായത്തിന് അവൻ മാറ്റമില്ല. 2, നീതിമാൻ എന്നുള്ള തസ്തികയിൽ നിന്ന് ദൈവം മാറുന്നില്ല. 3, കേട്ടോ, മുഖപക്ഷമില്ലാത്ത ദൈവം. 3, പ്രൈസ്. 4, താൻ ഒരു തീരുമാനം എടുത്താൽ, താൻ ഒരു വാഗ്ദത്തം ചെയ്താൽ അതിൽ നിന്ന് തനിക്ക് ഒരിക്കലും മാറാൻ കഴിയത്തില്ല. എന്താ നമ്മുടെ ദൈവം? യാക്കോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിന് എന്താ ഇല്ല? വികാരമില്ല, ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്ത, മാറ്റമില്ലാത്തൊരു ദൈവം. പ്രൈസ് ദി ലോർഡ്. നാം മാറിയാലും, നാം കാണാതിരുന്നാലും കാണുന്നവൻ, നാം മാറിയാലും മാറാത്തവൻ, നാം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വേണ്ട എന്ന് പറഞ്ഞാലും സ്തോത്രം, നിന്നെ കൈവിടാതെ നിന്റെ പുറകെ വന്ന് പിന്നെയും കൈപിടിച്ച് ശുശ്രൂഷയ്ക്കാക്കുന്നവൻ. കർത്താവിന് സ്തോത്രം ചെയ്തേ. താണ്ട് നമ്മുടെ ഇന്നത്തെ സിറിൽ ദേവദാസിനെ, മാത്യു ജോൺ പാസ്റ്റേ, നമ്മുടെ ഇന്നത്തെ പെന്തക്കോസിന്റെ കാഴ്ചപ്പാടാണെങ്കിൽ ആ പത്രോസിനെ ഒരിക്കലും തിബരിയാസ് കടൽക്കാരെ ചെന്ന് ചെന്തിയത്തില്ല, പിടിച്ചോണ്ട് വരത്തില്ല. അവനെ യൂട്യൂബിലിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? പരസ്യമാക്കി കൊന്നുകളയും. ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും സ്തോത്രം, സോഷ്യൽ മീഡിയയിലൂട്ടിട്ട് അവനെ കറക്കും. താണ്ട വെളിപ്പാട് പറഞ്ഞവൻ ഇപ്പൊ കലപ്പയ്ക്ക് കൈവച്ചവൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി. ഈ വാക്യം കൂടെ വേണം ഈ പറയും. നമുക്ക് വാക്യം പറയാൻ ഇതുപോലെ മിടുക്കര് വേറെ ആരുമില്ല. സഹോദരിക്ക് വേറെ ഏത് വാക്യങ്ങൾ അറിഞ്ഞില്ലേലും സ്വന്തം ധൈര്യപ്പെടുത്താൻ, സ്വന്തം പ്രത്യാശയെ പുതുക്കാൻ ഒരു വാക്യം കിട്ടിയില്ലേലും അന്യനെ കുത്തുന്നതിൽ എന്തൊരു ആവേശമാണെന്നറിയാമോ? വാക്യങ്ങൾ എടുത്ത് കുത്താൻ. നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വ്യക്തികളെ കുറിച്ച് നമ്മളങ്ങ് പറഞ്ഞങ്ങ് ഫലിപ്പിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ എന്തൊരു അതിശയം തോന്നുമെന്നറിയാമോ? ഈ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിലിരിക്കുന്ന ദൈവമക്കൾ ഓർത്തോണം കേട്ടോ, നമ്മുടെ വാക്കുകൾക്ക് അധികാരവും അതിൻ്റെ കൃപയും തന്നവൻ അവൻ അനീതിമാനല്ല. അവൻ ബലഹീനനെ സഹായിപ്പാൻ കഴിയേണ്ടതിന് പ്രാപ്തനായവനാണ്. കൈവിട്ട് കളഞ്ഞത് അനുഭവിച്ചിട്ടാണ് കൈവിട്ടവരെ അവൻ താങ്ങുന്നത്. ആ ദൈവത്തിന്റെ സ്നേഹത്തെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? 3 വട്ടം തള്ളി പറഞ്ഞെങ്കിലും നിനക്കത് ഭവിക്കരുതെന്ന് പിശാചിന്റെ ആത്മാവിനാൽ ആലോചന പറഞ്ഞെങ്കിലും, അന്നേരം പിശാചിനെ ശാസിച്ചെങ്കിലും പത്രോസിനെ എൻ്റെ കർത്താവ് അകറ്റിക്കളഞ്ഞില്ല. പണ്ട് 2 പേര് കൂടി അവനും അവന്റെ സഹോദരൻ കൂടെ വലവീശുകാരന്, ഇന്ന് 6 പേരെ കൂട്ടിപ്പോയി. പക്ഷേ കർത്താവിനെ കൈവിട്ടില്ല. കർത്താവിനെ തിരഞ്ഞു തന്ന സ്നേഹം ദൈവമക്കൾ മറന്നുപോകല്ല്. എല്ലാ പ്രസംഗം ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, നമ്മുടെ എല്ലാ വിഷയങ്ങളും ദൈവം സഹിക്കുകയും ക്ഷമിക്കുകയും വേണം. പക്ഷെ നമുക്ക് ആരോടും ക്ഷമിക്കാനോ സഹിക്കാനോ പറ്റാത്ത ഒരു പൈശാചി ശക്തി നമ്മളിലുണ്ട്. അത് മാറ്റണം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 11ാം ദിവസത്തിൽ തീരുമാനമെടുക്കണം. കർത്താവേ, എന്നോടങ്ങ് ക്ഷമിച്ചതുപോലെ എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കൃപ തരണം. ലോകത്തിൽ ആരോടും ക്ഷമിച്ചില്ലെങ്കിലും വീട്ടിലുള്ളവരോടെങ്കിൽ ക്ഷമിക്കാനുള്ള കൃപ പ്രാപിക്കണം. സന്തോഷമുള്ള കർത്താവിന് സ്തോത്രം ചെയ്തേ. സ്തോത്രം. വീട്ടിലുള്ള സ്വന്തം അച്ചായനോടും അച്ചാച്ചൻ അമ്മാമ്മയോടും ക്ഷമിക്കാനുള്ള കൃപ പ്രാപിക്കണം.
നിന്റെ കാതുകളിൽ ആരെങ്കിലും ഏതെങ്കിലും കുറ്റങ്ങൾ കൊണ്ടു തരുമ്പോൾ നീ അതെന്ത് ചെയ്യരുത്? കോഴി പനറ്റുന്ന പോലെ പനറ്റി നാട്ടുകാരെയും വീട്ടുകാരെയും ഒന്നും അറിയിക്കരുത്. അങ്ങനെയാണെങ്കിൽ നിന്റെ മക്കളുടെ കുറ്റം കൂടെ നീ അതുപോലെ പറയണം. സന്തോഷമുള്ളവർക്കായി സ്തോത്രം. ഈ പറയപ്പെടുന്ന നമ്മുടെ സ്വന്തം മക്കൾ ചെയ്ത കുറ്റങ്ങളോ കുറവുകളോ ഒന്നും എന്ത് ചെയ്യത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നീതിമാനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സ്വന്തം മോൻ 30 വയസ്സ് വരെ വളർന്നപ്പോൾ ചെയ്ത തെറ്റുകളോ കുറ്റങ്ങളോ കള്ളത്തരങ്ങളോ പോയ വഴികളോ കൊച്ചമ്മയോ കൊച്ചപ്പനോ എവിടെയും സാക്ഷ്യം പറഞ്ഞില്ല. പക്ഷേ അവൻ അപ്പനെയും അമ്മയും വിട്ട് പറ്റിച്ചേർന്ന ഭാര്യ 2 ദിവസത്തിനുള്ളിൽ എന്തോ ഒരു ചെറിയ കാര്യം പിഴവ് വന്നപ്പോൾ നാട്ടുകാർ മൊത്തം അറിഞ്ഞു. അങ്ങനെയുള്ള ഒത്തിരി പെന്തക്കോസുകാരെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ക്രൈസ്തലോ. നമ്മൾ എന്തുവാ നമ്മൾ പറയുന്നത്? നമ്മൾ ആത്മാവിലാണെന്ന്. ഇപ്പം എല്ലാവരുടെയും മോഹമൊക്കെ ഒരു മൗനമായിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. കാരണം അത്രയും സുഖകരമായ കാര്യമല്ല ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് പറയുന്നതിന്. പ്രൈസലോ. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വ്യാപരിച്ചാൽ നിന്റെ കൂടാരങ്ങളിലെ ആലയം വിശുദ്ധമായിരിക്കണം. ആ ആലയത്തിന്റെ അകത്ത് കേട്ടോ, ആ ആലയത്തിന്റെ അകത്താണ് ആരാധന വെളിപ്പെടേണ്ടത്. ആ ആലയത്തിന്റെ അകത്ത് നിനക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ തലമുറകൾക്കും ഒരുമിച്ചിരുന്ന് ആരാധിച്ചു കഴിഞ്ഞാൽ ഓർത്തോണം, ആമേൻ, 4-ാം ദിവസത്തിൽ പ്രൈസ് ഗോഡ് ഒരു വലിയ സന്തോഷത്തിന്റെ ദിനമായിരിക്കും. ആമേൻ. സന്തോഷത്തിന്റെ ദിനം എന്താണെന്നറിയാമോ? ആ കൂടാരങ്ങൾ ഒറ്റ ബലഹീനനും ഇല്ലാതെ എല്ലാവർക്കും ഒരു പുറപ്പാട് ഒരുക്കിയെങ്കിൽ, ആമേൻ, കുടുംബ ജീവിതത്തിന്റെ അകത്ത് ദൈവവചനത്തിന്റെ വ്യവസ്ഥകൾ അനുസരിച്ച് ആരാധിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ, തമ്മിൽ ഏക മനസ്സോട് ഇരിക്കുന്നെങ്കിൽ വേറെ ആരും ഐക്യതപ്പെടണ്ട. ആ വീട്ടിൽ തന്നെ വിടുതൽ നടന്നുകൊണ്ടിരിക്കും. ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം നടക്കും. ഒരു പ്രവാചകനും ഒന്ന് പ്രാർത്ഥിക്കണ്ട. സന്തോഷമുള്ള ഒരു കാര്യം. സ്തോത്രം. ഹല്ലേലൂയ. അതിനൊക്കെ അബ്രഹാം നല്ല ഉദാഹരണമാ. ആമേൻ. ഹല്ലേലൂയ. മാത്യു പാസ്റ്റർ അബുദാബി. ഹല്ലേലൂയ. അതിനൊക്കെ നല്ല ഉദാഹരണങ്ങൾ നമുക്ക് വേദപുസ്തകത്തിലുണ്ട്. പരിശുദ്ധാത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചു വയ്ക്കും. എന്ത് ചെയ്യണം? നമ്മുടെ കൂടാരങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആത്മീയ ആരാധന വെളിപ്പെടണം. പക്ഷെ ഞാൻ കൂടാരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പം മാത്യു പാസ്റ്റേ ഞാൻ കണ്ടത് എന്തുവാ കണ്ടതെന്ന് അറിയാമോ? ഒരു സങ്കീർത്തനം വായിക്കും, എന്നിട്ട് അടലേറും ജീവിത മരുവിലും പാടും. പിന്നെ ഇതൊക്കെ എവിടെ ദൈവത്തിന് ആരാധനയായി മാറാനാ? എടാ, നീ നിന്റെ കൂടാരത്തിലിരുന്ന് സൺഡേ പോയി നീ കർത്താവിനെ ആരാധിക്കുന്ന പോലെ നിന്റെ വീട് ദൈവത്തിന്റെ ആലയമായിട്ടൊന്ന് കാണണ്ട ഒരുവൻ. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. സമയം പോയോ ഇല്ലയോ? ഓക്കെ, സമയം തീരാനായി. ആമേൻ. ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം കേട്ടപ്പം ഇങ്ങനെ പെട്ടകത്തെ കുറിച്ച് അങ്ങ് ഭയങ്കരമായി ഇദ്ദേഹം അങ്ങ് വർണ്ണിക്കുന്നു. എന്നിട്ട് അതിന്റെ ആ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആ ഭയാനകതയെ പറയാൻ ആ പുള്ളി എന്ത് ചെയ്യുന്ന ആവേശം കൊള്ളുന്നത്. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പൊന്നു ദൈവമക്കളെ, ആ പെട്ടകം അവർക്കൊരു സദൃശ്യമല്ലായിരുന്നോ സിറിൽ ദേവദാസനെ? അല്ലേ? ഒരു നിഴലല്ലായിരുന്നോ മാത്യു ജോൺ പാസ്റ്റേ? അല്ലായിരുന്നോ? എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ആ പെട്ടകത്തിൽ കൃപാസനത്തിൽ വസിച്ചവൻ താണ്ട ഈ പുരുഷാരത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒന്ന് നോക്കി. സ്തോത്രം പറഞ്ഞില്ല. നമുക്ക് ലഭിക്കപ്പെട്ട ആ കൃപയൊന്ന് ഓർത്തേ. ഒറിജിനൽ ആയിരിക്കുന്നവൻ തേണ്ട. ഹല്ലേലൂയ. അവൻ ഉയർപ്പിന് മുമ്പേ നോക്ക്. ഓ, വിശ്വാസത്തോടെ തൊട്ടവളിൽ ദൈവശക്തി വ്യാപരിച്ച്. സ്തോത്രം. ഒറിജിനലായന് ആ മഹത്വം കണ്ടിട്ടാ കർത്താവ് പറഞ്ഞ, നിങ്ങൾ ഈ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളതാണ്, നിങ്ങൾ ഈ കേൾക്കുന്ന ചെവി ഭാഗ്യമുള്ളത്. എന്നാന്നറിയാമോ? അവർക്ക് ആമേൻ പുറത്തു നിന്ന് ആ ശബ്ദം കേൾക്കുക അല്ലാതെ ആ ഇറങ്ങുന്ന തീയെ ദൂരെ കണ്ടവർ പറയുക, അയ്യോ ഞങ്ങളോട് സംസാരിക്കുന്ന അവർ ഭയപ്പെട്ടു, മോശ പോലും ഭയപ്പെട്ടു. നമ്മുടെ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലുണ്ട്. ആമേൻ. നമുക്ക് വായിച്ച കാണാം. മോശ പോലും ഭയപ്പെട്ടു. അപ്പൊ ഞാൻ ചിന്തിക്കുക, ആ പെട്ടകം അവരുടെ നടുവിൽ അവരോട് കൊടുത്ത വിധത്തിൽ അങ്ങനെയാണ്. പക്ഷെ യേശു എൻ്റെ ആന്റിമാരെ, യേശു പുരുഷാരത്തിന്റെ നടുവിൽ വന്ന് നിൽക്കുക. ഒറിജിനൽ ആയവൻ. തൊട്ടവരാരെങ്കിലും പോയോ? എന്തുമാത്രം കരുണയോടാ ഇവൻ ഇറങ്ങി വന്നത്. സ്തോത്രം.
ഞാൻ പിന്നെ സുവിശേഷങ്ങൾ വായിച്ചപ്പോൾ ഇങ്ങനെ കണ്ടു, അവന്റെ തൊങ്ങലെ തൊട്ട ആ രക്തസ്രാവമുള്ള സ്ത്രീ മാത്രമല്ല സൗഖ്യമായത്, പിന്നീട് അവന്റെ വസ്ത്രത്തെ വിശ്വാസത്തോടെ തൊട്ടവരെല്ലാം സൗഖ്യം പ്രാപിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? ആ കൃപ പ്രാപിച്ചവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, ആ കൃപ പ്രാപിച്ചവർ, എന്നിട്ട് ആ കർത്താവിനെ ഇപ്പൊ താണ്ട് ഫ്രൈസലോ ആ അങ്ങോട്ട് പോയി തൊടാനോ കാണാനോ കഴിയാത്ത ആമേൻ ആ അവസ്ഥ മാറിയിട്ട് ഹല്ലേലൂയ, സ്വർഗ ലോകം വെടിഞ്ഞ് ആരും കണ്ടിട്ടില്ലാത്തവൻ, ആർക്കും കാണാൻ കഴിയാത്തവൻ, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, പൊന്തിയോസ് പീലാത്തോസിന്റെ മുൻപിൽ നല്ല സ്വീകാരം കഴിച്ചവൻ, ഇതേ ഈ ആലയത്തിലോട്ട് ഇറങ്ങി വന്നതാ എന്റെ അവകാശം, എന്റെ പ്രതിഫലം, എന്റെ ധൈര്യം, എന്റെ ഉറപ്പ്, എന്റെ മുഖം പ്രകാശിതമാക്കുന്നത്. മഹത്വമുള്ള നാമത്തിനൊന്ന് സ്തോത്രം ചെയ്ത് ആരാധിക്ക്. ഇത് കേൾക്കുമ്പോഴാണ് നമ്മുടെ അസ്ഥികളിലൊക്കെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്ന് ദൈവത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഹല്ലേലൂയ, സന്തോഷത്തോടുകൂടെ ആരാധിക്കാൻ കഴിയണം. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ